ആള് പോലും നിർത്തിയത് സുബ്ഹാനല്ലാഹ്. കൊല്ലം ചോർ ബസാർ മുംബൈ, കള്ളത്തെരുവ് അങ്ങനെ മലയാളം പറയാം. പക്ഷെ ഇത് ചോർ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയ്യ ചോർ ബസാറിൽ पूरा एरिया घूमने का उधर കുറെ ഏരിയകൾ കൂടി അങ്ങനെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയത്. അപ്പൊ അതാണ് ചോർ ബസാർ. ഒരുപാട് ഡ്രസ്സുകളുടെ ഏരിയ ആണ്, ഒരുപാട് അടിപൊളി സ്ട്രീറ്റ് ആണ്. 7 മണിക്ക് ക്ലോസ് ചെയ്യും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ നട്ടുച്ചക്ക് എത്തിക്കണം. ഇന്നലെ വന്നായിരുന്നു, പക്ഷെ 8 മണിക്ക് എത്തിയത്. അപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ട് രാവിലെ വീണ്ടും തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ മുമ്പിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെയാണെങ്കിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്പോട്ട് കിട്ടും. ഓരോ വീഡിയോസും ഓരോന്നിനും ഓരോ വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. കാരണം എന്ന് വെച്ചാൽ അത്രയും ഡീറ്റെയിൽഡാണ് ഓരോ വീഡിയോസും. ട്രാവലിങ്ങിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാന്നുള്ളതൊക്കെ ഈസിയാണ്. നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അവിടെ ഏറ്റവും മറ്റു സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് ഇവിടെ ട്രാവൽ ചെയ്യാൻ. ബൈക്കൊന്നും വേണ്ട, ടാക്സി ഒക്കെ ഈസിയാണ്, ഈസി ആക്സസ് ആണ്, എല്ലാം ഈസി ആക്സസ് ആണ്. അപ്പോൾ ഐ ആം ഇൻട്രോഡ്യൂസിങ് മൈസെൽഫ്, മൈ നെയിം ഈസ് ജൂഡി വ്ലോഗ്, യു ക്യാൻ കോൾ മീ ജൂഡി. അപ്പോൾ ഇവിടെയാണ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബൈനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. इങ്ങനെ ले जाएगा। हाँ जाओ। लेफ्ट है स्टेट झाड़ के सामने गली में। हाँ ये झाड़ है ना, झाड़। हाँ बस ये गली वैसे लेफ्ट। ओके ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് മുംബൈ, ഇതാണ് കറക്റ്റ് മുംബൈ കേട്ടോ. മുംബൈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരിക്കലും മറ്റേ എന്താ പറയുക ഓട്ടോ കാണാൻ പറ്റൂല. മുംബൈയിൽ ഓട്ടോ അല്ല തരേ, മുംബൈയിൽ ഓട്ടോ അല്ല. പക്ഷെ മുംബൈയിൽ നിന്ന് കുറച്ച് ഇവിടുന്ന് മാറിയിട്ട് കുറച്ച് സിറ്റികളുണ്ട്, അവിടെയൊക്കെ ഓട്ടോയുണ്ട്. ബയ്യ നടത്തിപ്പിച്ചു, എന്നാലും നടക്കാം കുറച്ച്. ടൗണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ भैया चोर बाजार ഓക്കെ, ആകെ ആകെ റേറ്റ് മാറും. ഹിന്ദി അറിയാത്ത പ്രശ്നമുണ്ട്. ഹിന്ദി അറിയാത്ത പ്രശ്നമൊന്നുമില്ല, പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൂ കേട്ടോ. ഇതുവഴി നടന്നു പോവാം. ആള് പോലും നിർത്തിയത് സുബ്ഹാനല്ലാഹ്. കൊല്ലം ഇതാണ് ചോർ ബസാറിന്റെ സ്ട്രീറ്റ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞേ. ഭയ്യ ചോർ ബസാറേ, ഇടിച്ചിട്ടൊക്കെ പോകുന്നത്. അവിടെ ഫുഡ് സ്പോട്ട് ഉണ്ട്, അവിടെ അല്ലേ നോക്കട്ടെ. ചോർ ബസാർ, ചോർ ബസാർ, ചോർ 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 അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നല്ലേ? നടന്നുകൊണ്ടിരിക്കട്ടോ. ഒരുപാട് പാർട്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോയമ്പത്തൂരിലെ മറ്റേ ബൈക്കുകളൊക്കെ പാർട്സ് വെക്കണ മാതിരി സെക്കൻഡ് ഐറ്റംസ് കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം ബൈക്കുകളെ റാസ്, അതിനകത്ത് ഫുള്ള് ബൈക്കുകളെ പാർട്സുകളുണ്ട് കേട്ടോ. ഇവിടെ കാറ് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാറും ഇപ്പോഴാ കാര്യം മനസ്സിലായത്. സോറി ഗൈസ്, ഡ്രസ്സിൻ്റെ അല്ല കേട്ടോ, ഇത് മിസ്റ്റേക്ക് പറ്റും. ഫുള്ള് വണ്ടികളുടെ പരിപാടികളാണ്.
ആണ് എല്ലാ എനിക്ക് തോന്നുന്ന കാറുകളെയും ബൈക്കുകളൊക്കെ എല്ലാ സാധനം ഇവിടെ കിട്ടുമായിരിക്കും. അധികം ചോർ ബസാർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ പൊന്നോ കാറും ബൈക്കിൻ്റെ എല്ലാ പാർട്സും ഉണ്ട് കേട്ടോ. അധികം മേ ബി ഈ മുംബൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഗസ് പറയാം, കറക്റ്റ് ആവാം, ചിലപ്പോൾ കറക്റ്റ് ആവാതിരിക്കാം. അതായത് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ബൈക്കുകളൊക്കെ, അത് മോഷ്ടിച്ച് അയച്ചു കൊടുന്ന് നിൽക്കുന്ന സ്ഥലമായിരിക്കും ചോർ ബസാർ. കൊള്ളാലേ. 70 रुपये चढ़ भैया कितना है? ആ അച്ഛന്നല്ല കേട്ടോ, രസമൊന്നുമില്ല. കിലോ 1000 1000 രൂപ കേട്ടോ. 1000 രൂപകളൊന്നുമില്ല. പട്ടികളെ സൂക്ഷിക്കുക, പേപ്പർ കാർഡ്, പണ്ടത്തെ സാധനങ്ങളൊക്കെ കൊള്ളാം. ആ ഇലക്ട്രിക് ഐറ്റംസും ബൈക്ക് പരമായിട്ടുള്ള ഐറ്റംസും ഉണ്ട് ഇവിടെ കൂടുതൽ. ഡ്രസ്സ് ഷോപ്പുകളൊന്നും കാണാനല്ല, അപ്പോൾ ഡ്രസ്സ് ഷോപ്പ് ഇല്ല സത്യം പറഞ്ഞു. അത് എൻ്റെ മിസ്റ്റേക്കാണ്. സോ ഐ എം സേയിങ് സോറി ഗൈസ്. Hi. Sorry. Yes, I'm from Kerala से मैं Malayalam से. Thank you. The street right. Right. बाजू वाले की रिकॉर्डिंग यहाँ से देखा. हाँ. Drive record. Okay. Thank you. മെയിനായിട്ട് ഇവിടെ ബൈക്കുകളെ ആക്സസറീസും അതുപോലെ സ്പെയർ പാർട്സ് കാറിൻ്റെ ഒക്കെയാണ്. ബൈക്കും കാറൊക്കെ കേട്ടോ, സോറി, കാറ് ബൈക്കുകൾക്ക് സ്പെയർ പാർട്സ് അതുപോലെ ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഐഫോണോ അതെ. ഇവിടെ മെയിനായിട്ട് ഈ ബൈക്കുകളെ ആക്സസറീസ് അതുപോലെ സ്പെയർ പാർട്സ്, കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ സ്പെയർ പാർട്സും ആക്സസറീസും, പിന്നെന്താണ് ഈ ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഐറ്റംസ് അല്ലേ, ക്ലോക്ക് അതുപോലെ ഇതേപോലെ ഒന്ന് കാണാം. അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ ഇവിടെ കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഐ മീൻ ഡ്രസ്സുകളൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ ആൾക്കാർക്ക് പറ്റും. അതൊക്കെ നിങ്ങൾ മുംബൈയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ വന്നിട്ട് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ചുമ്മാ കറങ്ങി കാണാൻ വരണ്ട, ഒന്നുമില്ല അവിടെ. സ്ട്രീറ്റ് ഞങ്ങൾ കംപ്ലീറ്റ്ലി എൻജിൻ അടക്കണ്ട അതിനകത്ത്, കാറിൻ്റെയും ബൈക്കിൻ്റെയും. ഇത് എനിക്ക് തോന്നുന്നു ഓട്ടോൻ്റെ എൻജിനാണ്.
ബുഷുകളാട്ടോ, ഓരോ ബുഷുകൾ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് പരമായ ഐറ്റംസോ അല്ലെങ്കിൽ മറ്റു ടൈപ്പ് ഐറ്റംസുകളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്തായാലും കിട്ടിയിരിക്കും. चंबल भैया कितना है? 3.5 इंग्लिश 3.5 केजी नहीं है, प्राइस है 70 rupees kg per kg. हाँ 70 70 per kg. per kg. ഓക്കെ 70 ഒരു കിലോക്ക് ഇത് എത്ര കിലോ? ഇത് 1. ഇത് കിतना കിലോ? 1.25 सवा kg. ആ ഇത് എങ്ങനെ കൊണ്ടുപോകും? ആണോ കിലോ കേട്ടോ റൈസ് വർക്കൗട്ട് തുടങ്ങി ഗൈസ്. ഒന്നാമത് ചത്തിക്കണം, നമുക്ക് വർക്കൗട്ട് കൂടി ചെയ്യേണ്ടത്. സെയിമേ ഇതും സെയിമേ 90 per kg still fresh. 95. 90. അപ്പൊ ഇതോ കംപ്ലീറ്റ് സ്റ്റീല് 100 per kg. 100 per kg. ओके थैंक यू भाई. कितना दे दिस वन? 80 per kg. 80. 80 रेट को जस्ट कमी है. दिस 80 कमी है. 80 80 per kg. 5 kg. 5 kg. ഓക്കെ ബൈ താങ്ക് യു. വർക്കൗട്ട് ചെയ്യണം നീ മുതൽ. ആ ചെരുപ്പാട ഉണ്ട് ഗൈസ്, ആകെ ഒരു ചെരുപ്പാടേ ഉള്ളൂ. അപ്പോൾ ഡിമാൻഡ് ഇട്ടിട്ട് കാര്യമില്ല, വേറെ ഷോപ്പില്ല. ടൂൾസ് ആട്ടോ, ഫുള്ള് ടൂൾസാണ്. അങ്ങനെ ഒരു കോർണർക്ക് എത്തി, വീണ്ടും നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ കൂടുതൽ എനിക്ക് ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, സെയിം ആയിട്ട് എല്ലാം കാണുന്നത്. ഒരു വെറൈറ്റി ഇടുന്നില്ലല്ലോ ഇവിടെ. വേറെ ഹോട്ടലുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോപ്പുകളിലൊക്കെ ഓണേഴ്സിനെ മറ്റേ ഫുള്ള് തെറിയ കേട്ടോ. ഹിന്ദി അറിയുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഫുള്ള് ഈ ടൂൾസാണ്. നിങ്ങൾക്ക് ഇതന്നെ കണ്ട് കണ്ട് മടുക്കും. ടയറുകളൊക്കെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ. സെക്കൻഡ് കിട്ടുന്ന എല്ലാം യൂസറാണ് ഫുള്ള്. ഇതൊക്കെ ആ ഈ സ്ട്രീറ്റ് ഇതൊക്കെ ഗൈസ് കംപ്ലീറ്റ്ലി ഇതാണ്, വേറെ ഒന്നുമില്ല ഈ സ്ട്രീറ്റ് കാണാൻ. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിയിരുന്നു. അപ്പൊ ഇത് രണ്ടുപേരും സ്നേഹത്തിലായി. ഇത്രേ ഉള്ളൂ ഇവരൊക്കെ കാര്യം. വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം. അയവ പണ്ടത്തെ സാധനം. യൂസിങ് എങ്ങനെയാണ് അവിടെ? യു അടിക്കണില്ലല്ലോ ഇനി. യു അടിക്കണില്ല. ഗ്രാം ഫോണ്ട് ഇങ്ങനെ കറക്കി വിളിക്കൂലേ. പണ്ടത്തെ സാധനമാണ് ഗ്രാം ഫോൺ. ഇവിടെ കുറച്ച് പണ്ടത്തെ എവിടെ പോയാലും ഈ സാധനം ഉണ്ട്.
ഇപ്പൊ പണ്ടത്തെ റേഡിയോ സൈഡിലൊക്കെ ഇട്ട് നടക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമ. सेट स्पैंडर अंदर रेट है भाई, कितना है एक सेट? प्राइस नहीं है? ओ സ്പാൻഡറുകളുണ്ട്. ഇത് ഈ ഒരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവും ചെറുത് മുതൽ എല്ലാവരെയും. പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ടൊരിതില്ല, പ്രൈസ് അറിയാണ്ട് എന്താ പറയുക. പക്ഷെ അയാൾ ഇവിടെ ഇല്ല തരാം, കുഴപ്പമില്ല, അടുത്താളെ പിടിക്കാം. ഇവ പണ്ടത്തെ ഫാൻ ഫിറ്റിംഗ്. അയ്യോ കോളാമ്പി കയറുന്നുണ്ട്. അയ്യോ 1000 നോക്കി നിങ്ങൾ സ്റ്റൈൽഡാ. സൈക്കിൾ ഷോപ്പ്, ലോക്കറുകളുണ്ട് കുറെ. എന്തോ സങ്കടപ്പെട്ടിരിക്കുന്നു. കോട്ടയം വെട്ടുകള ഫീൽഡ് കേസ്. ഇവിടുത്തെ ആളുകളൊക്കെ പണ്ടത്തെ ആൾക്കാരട്ടോ. ഓ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് സൂട്ട് ചെയ്ത് ഭയ്യോ സീറ്റ് കഥം ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല വാച്ചുകളുണ്ട് കേട്ടോ പണ്ടത്തെ. കേസിയോന്റെ വാച്ചുണ്ട്. കേസിയോ ഭയ്യ കേസിയോ വാച്ചേ കേസിയോ വാച്ച് കിतना വേറെ വാച്ചൊന്നും കാണാൻ പറ്റും. 2000 4000 ഒക്കെ പറയുന്നുണ്ടോ ഈ പ്രൈസിലൊക്കെ. നമുക്ക് ഇതൊക്കെ ബാർഗൈനിങ് ആണ്. ഇതൊക്കെ ഫസ്റ്റ് നമ്മളെ കാണുമ്പോൾ അങ്ങനെ പറയും, പക്ഷേ ലാസ്റ്റ് നമുക്ക് 500 രൂപ കൊടുത്ത് വാങ്ങിക്കാം. കുറെ യൂസർ കസേരൊക്കെ കിട്ടും കേട്ടോ, പക്ഷെ അത് ഉഷാറാക്കി തരും അവര്. കൊള്ളാട്ടോ. ഒരു നിങ്ങൾക്കേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പഴയ ഒരു മുംബൈ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മുംബൈന്റെ അതേ സെറ്റപ്പിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ പഴയ കോയിൻസ്, പണ്ടത്തെ കുറച്ച് ക്യാഷുകളുണ്ട്. ആ ഓക്കെ ബൈ. കൊള്ളാം. എന്തൊക്കെ അതിനകത്ത് ഫുള്ള് കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ വന്ന ഈ സ്പോട്ടിൽ കൂടെ വന്നതിന് തിരിച്ചു പോവാണ്. അപ്പൊ വന്നവിടെ കൂടെ തന്നെ വന്ന വഴി മറക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ കുറെ പക്ഷികൾ പറക്കാൻ കാണാൻ പറ്റുള്ളൂ. എന്തോ ആവട്ടെ ഗൈസ്, ഞാൻ കുറച്ചു നേരം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ. അത്രയും ബോഡി പെയിൻ. ഓ ഭായ് നാം ക്യാ ഹൈ ഭായ്, തുമാരാ നാം ക്യാ ഹൈ? അയാൻ. ഓക്കെ പൊന്നു കൊള്ളാം. പണ്ടത്തെ ഒരു ഐറ്റങ്ങളാണ്. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് വരുമൊന്നും വേണ്ട. ഐ മീൻ വരുമ്പോൾ നിങ്ങൾ മുംബൈ പ്രോപ്പർ മുംബൈ കേട്ടോ ഈ സ്പോട്ട്. മുംബൈയിൽ ഈ CST ആ റെയിൽവേ സ്റ്റേഷനൊക്കെ കറങ്ങി ചുമ്മാ ഒരു 2 മണിക്കൂർ സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട്. ഒരു ടാക്സി വിളിച്ചാൽ 5 മിനിറ്റോട്ട് ഇവിടെ എത്തും. എന്നിട്ട് ചുമ്മാ നടന്നു വരിക. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഉഷാറായിരിക്കും. ഐ മീൻ പണ്ടത്തെ ഐറ്റംസ്, അതുപോലെ ആക്സസറീസ്, അതുപോലെ കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ വല്ല സ്പെയർ പാർട്സുകൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ
അങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളവരൊക്കെ വെറുതെ വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബൈക്കിൻ്റെ പാർട്സ് ഇപ്പോഴും കിട്ടാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, അങ്ങനെ തോന്നുന്നവർ ഒന്ന് മുംബൈയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വഴി വരുമ്പോൾ ചിലപ്പോൾ ആ സങ്കടം മാറിക്കിട്ടും. അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ് ചെയ്തോ, സപ്പോർട്ട് ചെയ്തോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പോസിറ്റീവ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇനി അടുത്തത് പോകാൻ പോകുന്നത് ബാന്ദ്രയാണ് ഗൈസ്. ഇപ്പോൾ ഒന്ന് മുംബൈയിൽ 3-ാമത്തെ ദിവസമാണ്, 4-ാമത്തെ ദിവസം പോകുന്നത് ബാന്ദ്രയാണ്. ബാന്ദ്ര മെയിൻ ഏരിയ ആണ്. ബാന്ദ്ര എന്തായാലും ഒരു ദിവസം എടുക്കും. അപ്പോൾ ഞാൻ ബാന്ദ്രയിലോട്ട് പോയിട്ട് നാളെ ബാന്ദ്രയിലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.